ഞാനങ്ങനെ സ്ഥിരം ബിഗ് ബോസ് കാണുന്ന ആളൊന്നുമല്ല. മെയിൻലി അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇടുന്ന ക്ലിപ്സാണ് കൂടുതലും കാണാറുള്ളത്. ചില എപ്പിസോഡ്സ് മുഴുവൻ കാണാറുണ്ട്. അങ്ങനെ കണ്ട ഒന്നാണ് ഇന്നലത്തെ അനുമോൾ മസ്താനി സദാചാര വ്യക്തികളുടെ എപ്പിസോഡ്. എന്തൊക്കെ വൃത്തികേടുകളാണ് ഇന്നലെ രണ്ടുപേരും കൂടെ അവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് പറയുന്നത് ഗിസേലും ആര്യനും കൂടെ പുതപ്പിനിടയിൽ ആണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ചെയ്തുവെന്നും അത് അവൾ കണ്ടുവെന്നുമാണ്. എന്താണ് ഈ ആണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത കാര്യം? പിന്നെ പറഞ്ഞു അവർ രണ്ടുപേരും കിസ് ചെയ്തു, അത് അനുമോൾ കണ്ടു എന്നാണ്. അവർ രണ്ട് അഡൾട്ട്സ് ആണ്. അവർ കൺസെൻറ്റോടെ കിസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. അതിൽ ഇവർക്ക് എന്താണ്? അതെങ്ങനെയാണ് ഇവരെ ബാധിക്കുന്നത്? ആര്യൻ എന്ന കണ്ടസ്റ്റന്റും ജിസയിലും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇവർ ഒരുമിച്ച് കിടക്കുമ്പോൾ അനുമോൾ തന്റെ പൗച്ച് കാണാനില്ല എന്നും പറഞ്ഞ് അവരുടെ പുതപ്പൊക്കെ പൊക്കി നോക്കുന്ന ഒരു ക്ലിപ്പ് ഈയിടയ്ക്ക് വൈറലായിരുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിന്റെ പോക്ക് ഇങ്ങോട്ടാണെന്ന്. ഇവിടെ അനുമോൾ മസ്താനി എന്നിവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് കിടന്നാൽ അവർ ഹഗ് ചെയ്താൽ അത് മറ്റെന്തോ പരിപാടിക്ക് മാത്രമാണെന്ന സദാചാര ചിന്ത ഇവരുടെ തലയിൽ കയറിപ്പോയതാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇൻസൾട്ട്സ് പറയുന്ന അതേ ലോജിക്ക്. അതിൽ നിന്ന് അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല അനുമോളും മസ്താനിയും. അനുമോൾ പറയുന്നത് അവളുടെ കട്ടിലിൽ കിടന്നാൽ ഇവരുടെ കട്ടിൽ നടക്കുന്നതെല്ലാം വ്യക്തമായിട്ട് കാണാം കേൾക്കാം എന്നാണ്. നമ്മുടെ കവലയിലൊക്കെ കുറേ ആളുകൾ ഇരിക്കാറുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. ഇവരെയൊക്കെ പിള്ളേർ CCTV എന്നാണ് വിളിക്കുന്നത്. കാരണം എന്തെന്നല്ലേ, ഇവരുടെ പ്രധാന ജോലി നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും എന്തു ചെയ്യുന്നു എന്ന് നോക്കി പരദൂഷണം പരത്തലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിൻ്റെയൊക്കെ ഒരു മോഡേണൈസ്ഡ് വെർഷനാണ് അനുമോളും മസ്താനിയും. ബിഗ് ബോസിനുള്ളിൽ 50ഓളം ക്യാമറയുണ്ട്, അതിനൊപ്പം അനുമോൾ എന്ന CCTVയും. എന്നിട്ട് ആ സ്ത്രീയെ സ്ലട്ട് ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അനുമോളും മസ്താനിയും അതിൻ്റെ ഡെമോ ഒക്കെ എല്ലാവരുടെ മുമ്പിലും വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതും അവരെ രണ്ടുപേരെയും നടുക്കിരുത്തിക്കൊണ്ട്. സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരെയും അവിടെ വിളിച്ചിരുത്തി വിചാരണ ചെയ്യുകയാണ് അനുമോളും മസ്താനിയും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മത് ചിലപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് നടക്കാറുള്ള സദാചാര നിയമനിർമ്മാണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് അഡൾട്ട്സ് അവർ കൺസെൻറ്റോടെ ഉമ്മ വയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ എന്തുമോ ചെയ്യട്ടെ, അതെങ്ങനെയാണ് ഇവരെ ബാധിക്കുന്നത്? ഈ അനുമോൾക്കും മസ്താനിക്കും വ്യക്തമായിട്ട് അറിയാം സൊസൈറ്റി ഇതിനെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നതെന്ന്. സൊസൈറ്റി ഇതിനെ എങ്ങനെ പ്രതികരിക്കുമെന്നും ഇതിൽ എന്ത് ബെനിഫിറ്റാണ് അവർക്ക് കിട്ടാൻ പോകുന്നതും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. സൊസൈറ്റിയുടെ ഈ തോട്ട് പ്രോസസ്സിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് അനുമോളും മസ്താനിയും ഇന്നലെ അവിടെ ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നൂറ പറയുകയാണ് അനുമോളെ പറ്റിക്കാനായിട്ട് ജിസയിലും ആര്യനും ചെയ്തതാണെങ്കിലും പുറത്തുള്ള ആൾക്കാർ അതെങ്ങനെയാണ് നോക്കിക്കാണുക, അത് അവർ തെറ്റിദ്ധരിക്കത്തില്ലേ എന്ന്. സീരിയസ്ലി ആദിലയും നൂറയും എന്നോട്ടാണ് പുറത്തുള്ള വാലിഡേഷൻ വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്? ഇത്രയും നാളും ഇവർ ഫൈറ്റ് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ ആരുടെയും വാലിഡേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു തന്നെയല്ലേ? പിന്നെ ആര്യൻ നല്ല ഗെയിമറാണെന്നോ അവൻ നല്ല മനുഷ്യനാണെന്നോ അവൻ്റെ ഭാഗത്ത് മാത്രമാണ് ന്യായമെന്നോ എനിക്ക് അഭിപ്രായമേ ഇല്ല. പക്ഷേ അടുത്തിരുന്നു, കെട്ടിപ്പിടിച്ചു, കൂടെ കിടന്നു, ഉമ്മ വച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടവിചാരണ ചെയ്യുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് എൻ്റെ പൊളിറ്റിക്സ്. ഇനി നാളെ അവിടെ അനുമോൾക്കും ഇതേ അവസ്ഥയാണ് വരുന്നതെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് അനുമോൾക്കൊപ്പം തന്നെ ആയിരിക്കും.